ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പം നമ്മൾ എല്ലാ ദിവസവും നയനയുടെയും ആദർശിൻ്റെയും അപ്കമിങ് വിശേഷങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇനി മുതൽ അങ്ങോട്ടേക്ക് നമ്മൾ ഒന്നിടവിട്ടാണ് കേട്ടോ. അപ്പം ഇന്ന് ഒരു 2 എപ്പിസോഡ് പറയുന്നുണ്ട് രേവതിയുടെയും സച്ചിയുടെയും കഥ. നമുക്ക് നാളെ നൈനിയുടെയും ആദർശിൻ്റെയും കഥയുമായിട്ട് വരാം. ഇനി ഡെയിലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി, നമുക്ക് 2 ഡെയിലിയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ആ ഒരു ഇതുപോലെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് തിരക്കുകളും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. അതുകൊണ്ടാണ് വീണ്ടും വിശേഷങ്ങളൊക്കെ കൂട്ടി ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിശേഷങ്ങളുടെ പേരൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഇപ്പം നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും ഒരു 2 എപ്പിസോഡ് അടുപ്പിച്ചൊന്ന് കേട്ടാലോ. വരാൻ പോകുന്ന വിശേഷമാണ് കേട്ടോ. ഇന്നത്തെയും നാളത്തെയും വിശേഷം നമ്മൾ മെയിൻ ചാനലിൽ എന്ന് വിടുന്നുണ്ട്. ഇത് ഇനി വരാനിരിക്കുന്ന കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് വരാനിരിക്കുന്ന വിശേഷങ്ങളാണ്. അപ്പോൾ ഏതായാലും ഞാൻ വിശേഷത്തിലേക്ക് കടക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ സുധിയുടെ ഇപ്പോഴത്തെ ആ ഒരു ഹോട്ടലിലുള്ള ജോലിയൊക്കെ കൈയോടുകൂടി പിടിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ ശ്രുതിയല്ല ശ്രുതി. കാരണം ശ്രുതിക്ക് മനസ്സിലാകും തൻ്റെ ഭർത്താവ് ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്, അതുകൊണ്ട് ഇനി ആ ജോലി വേണ്ട എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ കയ്യിലിരുന്ന പൈസ കൊണ്ട് തന്നെ ചെറിയൊരു ഗൃഹോപകരണ കട ഇട്ട് കൊടുക്കുകയാണ്. അതായത് ഒരു ചെറിയ ബിസിനസ്. നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യണമെന്നും അവിടുത്തെ MD ആകണമെന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഗൃഹോപകരണ കട, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഒരു വീട്ടില് വേണ്ട എല്ലാ സാധനങ്ങളും, ഇലക്ട്രിക്കലാണെങ്കിലും അങ്ങനെയുള്ള TV, മൊബൈല്, അലമാര, അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്ന് പറയുന്നത് പോലെ ഒരു ഗൃഹോപകരണ കടയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ആ ഒരു ഗൃഹോപകരണ കടയിൽ ആദ്യം വലിയ രീതിയിൽ മെച്ചമൊന്നും ഉണ്ടാവണില്ല കേട്ടോ. ആദ്യം നല്ല രീതിയിൽ കച്ചവടമൊന്നും നടക്കുന്നില്ല. അപ്പൊ ശ്രുതിക്കാണെങ്കിൽ ഒരു വിചാരം ഉണ്ടല്ലോ, എല്ലാം പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ച് കീഴടക്കണം, എല്ലാം പെട്ടെന്ന് ലാഭം ഉണ്ടാകണം എന്നൊരു വിചാരത്തോടു കൂടിയാണ് നമ്മുടെ ശ്രുതി ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ശ്രുതി ശ്രുതി പറയുന്നുണ്ട്, ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ശ്രുതി നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഡെവലപ്പ് ആകാനൊന്നും പറ്റില്ല. ബിസിനസ് ഡെവലപ്പ് ആകണമെങ്കിൽ 1 വർഷമെങ്കിലും എടുക്കും, അല്ലാതെ ഒന്നും പെട്ടെന്ന് ഡെവലപ്പ് ആവില്ല. അതുകൊണ്ട് സമാധാനപ്പെടാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ ഇടയ്ക്ക് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് കച്ചവടമൊക്കെ വളരെ കുറവാണ് കേട്ടോ. കടയിൽ അങ്ങനെ വളരെ കച്ചവടം കുറവാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ, പാർക്കിൽ വെച്ച് പരിചയപ്പെട്ട കൂട്ടുകാരൻ. അപ്പൊ ആ കൂട്ടുകാരൻ വരുവാണ് കടയിലേക്ക്. അപ്പൊ ആ കൂട്ടുകാരനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ശ്രുതി കാര്യങ്ങളൊക്കെ, എവിടെയെങ്കിലുമൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആ കൂട്ടുകാരൻ വന്ന ഉടനെ തന്നെ ചോദിച്ചു, എടാ വല്ല ഡീലർമാരെ കിട്ടിയോടാ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഓഹോ, വന്ന ഉടനെ നീ അല്ല എനിക്ക് എന്ത് വേണം, നിനക്ക് ചായ വേണോ അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണോ എന്നൊന്നും അല്ലല്ലോടാ ചോദിക്കുന്നത്. നീ ബിസിനസ്സുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണോ, നീ ഡീലറിനെ കിട്ടിയോന്നൊക്കെ, നീ വലിയ ബിസിനസ് മൈൻഡ് ഉള്ളവനാണല്ലോടാന്നൊക്കെ പറയുമ്പോ, പിന്നെ എനിക്ക് നല്ല ബിസിനസ് മൈൻഡ് ആയോണ്ടല്ലേ ഞാൻ ഈ ജോലിയൊക്കെ ഇട്ടത്. ഏതായാലും എടാ എന്തെങ്കിലും ശരിയായോ? സത്യം പറഞ്ഞാലേ കച്ചവടം വളരെ കുറവാടാ. കച്ചവടം ഒരു തരത്തിലും അങ്ങോട്ട് പച്ച പിടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം, അതെ ഞാൻ ഇപ്പൊ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഒരു TVയെ കുറിച്ചാ. പുതിയൊരു TV ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു TV ഒരു വലിയ കമ്പനിയുടെ ഉടമയാണ് ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിലും നമ്മുടെ തമിഴ്നാട്ടിൽ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിൽ ഓരോ കടകളിൽ വെച്ച് ഓരോ TV മാത്രമേ ആ ഒരു ആള് കൊടുക്കുന്നുള്ളൂ. അപ്പം ഒരു വലിയ ആളാണെന്ന് വെച്ചിട്ടുള്ള വലിയൊരു ഡീലറാണ്. അപ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ TV വെച്ച് ഓരോ സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നുള്ളൂ. അപ്പം ഒരു കാര്യമുണ്ട്, വലിയ പണമുള്ളവരെ നോക്കിയാണ് അവർ തെരഞ്ഞു പിടിച്ച് ഈ ഒരു TV കൊടുക്കുന്നത്. ഏതായാലും ഈ TV ഈ കടയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളെല്ലാം നിന്റെ അടുത്തേക്ക് ഓടി വരും. കാരണം ആ ഒരു TV നിന്റെ കടയിൽ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ നിന്റെ കടയിലേക്കല്ലേ ഓടി വരുന്നത്. അപ്പൊ അത് ലോഞ്ച് ചെയ്യണമെങ്കിൽ ഒരു വലിയ പണക്കാരൻ തന്നെ വേണം. ഇപ്പൊ കേരളത്തിൽ ഏകദേശം നല്ലൊരു പണക്കാരന്റെ കയ്യിൽ അത് കൊടുക്കത്തുള്ളൂ, അങ്ങനെ തമിഴ്നാട്ടിൽ ഒരു പണക്കാരന്റെ കയ്യിലേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും നല്ല അത്യാവശ്യം പണമുള്ള ആൾക്കാരുടെ കയ്യിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, നീ നിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുക്കുമ്പം
നിന്റെ സാമ്പത്തികമൊക്കെ എന്താണെന്ന് വലിയ രീതിയിൽ കാണിക്കണം. അപ്പം നിന്റെ അച്ഛന് നല്ല വലിയ ജോലി, ബിസിനസ്, അതുപോലെ തന്നെ നിന്റെ അനിയന്മാർക്ക് ബിസിനസ്, അങ്ങനെ വലിയ ഇതൊക്കെ കാണിക്കണം. അല്ലാതെ ഡ്രൈവറാ, ഹോട്ടലില് ജീവനക്കാരനാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊന്നും ഇത് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നീ ഇങ്ങനെ ഈ ഒരു വഴിക്ക് ചിന്തിച്ച് നോക്കുക എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയോട് പോയി ശ്രുതി ഈ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും പറഞ്ഞു, നല്ല കാര്യം തന്നെയാണ്, പുതിയൊരു ഐറ്റംസ് നമ്മുടെ കടയിൽ ലോഞ്ച് ചെയ്യുവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കടയ്ക്ക് പബ്ലിസിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വിട്ട് കളയണ്ട ശ്രുതി, നമുക്കിത് പിടിക്കണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പം ശ്രുതിയും വലിയ ഇതിലിരിക്കുക. പക്ഷെ ബാക്കിയുള്ളവരെല്ലാം കൂടെ നിൽക്കണമല്ലോ. അതായത് ആ ഡീലർ വരുമ്പോഴേക്കും ഈ കുടുംബക്കാരെല്ലാം വേണം, കുടുംബക്കാർ വേണം, അതുപോലെ ഇവരുടെ പണം, സാമ്പത്തികമൊക്കെ ഒത്തിരി വലിയ ടീമുകളാണെന്ന് അറിയണം. അപ്പൊ എന്താണ് അയാൾ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ശ്രുതിയുടെ കൂട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത്, ഒരു 50 കാറിന്റെ ഓണറാണ് സച്ചി എന്നും അതുപോലെ ഒരു റെസ്റ്റോറന്റ് നടത്തിപ്പുകാരനാണ് ശ്രീകാന്ത് എന്നും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ തന്നെ അവരും പറയണം. ഇവരെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്, അറിയാലോ. നമ്മുടെ സച്ചിയും ശ്രീകാന്തും ഒക്കെ ഇങ്ങനെ കള്ളം പറയുന്നതിനോട് യോജിക്കുന്ന ആൾക്കാരല്ല. അപ്പൊ കള്ളം പറഞ്ഞിട്ട് ഒരു ബിസിനസ് നേടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രക്കേ ഉള്ളൂ എന്ന് ഇവർക്കറിയാം. പക്ഷെ നമ്മുടെ ശ്രുതിക്കും പെട്ടെന്ന് പണക്കാരനാകണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ഏതായാലും ഈ കാര്യം വീട്ടിൽ എങ്ങനെയെങ്കിലും അവതരിപ്പിക്കണം. അങ്ങനെ ശ്രുതിയും എല്ലാവരെയും വിളിച്ചു വരുത്താണ്. വീട്ടിലെ എല്ലാവരെയും വിളിച്ച് ഹോളിൽ വരുത്തി. അപ്പോഴത്തേക്ക് സച്ചി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ വിളിച്ചു വരുത്തിയിരിക്കുന്നത്, എന്താ പ്രശ്നം, എന്താ വേണ്ട നിനക്ക് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചന്ദ്രമതി ഇത് നേരത്തെ അറിഞ്ഞു കേട്ടോ. ചന്ദ്രമതിയോട് നേരത്തെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. അപ്പം ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമായി. ഇവര് ഭയങ്കര പണക്കാരാവുന്നതാണല്ലോ. ചന്ദ്രമതിയുടെ ഒറ്റ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ശ്രുതിയും വലിയൊരു പണക്കാരാകണമെന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്രമതി സപ്പോർട്ടാണ്, എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. അപ്പൊ സച്ചി ഇങ്ങനെ വിളിച്ചിങ്ങനെ ചോദിച്ചു, എന്തിനാ ഇവിടെ വേറെ പണിയൊന്നുമില്ലേ, എനിക്ക് ഓട്ടത്തിന് പോകണം, നിനക്കൊരു പണിയും കാണത്തില്ല, പക്ഷെ എനിക്ക് ഓട്ടത്തിന് പോകാനുണ്ട്, എന്നാന്ന് വെച്ചാൽ പറഞ്ഞു തോലക്കടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, എന്റെ സച്ചി നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക, അവനെന്തെങ്കിലും പറയാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറയൂല്ലോ, നിനക്ക് പോകണമെങ്കിൽ ഒരു ഓട്ടോ അല്ലേ, ആ ഒരു ഓട്ടത്തിന് ഇച്ചിരി ലേറ്റ് ആയിട്ട് പോയി ഓർത്ത് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലാതെ നീ വലിയ ഇതൊന്നും അല്ലല്ലോ, എവിടത്തെ വല്ല മാനേജറോ ഒന്നും അല്ലല്ലോ, കറക്റ്റ് ടൈം ഷാർപ്പ് ടൈം പോയി പഞ്ച് ചെയ്യാനൊന്നും ആണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഞാൻ വലിയ മാനേജറൊന്നും അല്ല, പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട് ജോലി എടുത്ത് ജീവിക്കുന്ന ഒരാളാ, എന്റെ കുടുംബം മുന്നോട്ടേക്ക് പോകണമെങ്കിലേ ഞാൻ തന്നെ ജോലിക്ക് ഇറങ്ങണം, എന്നാന്ന് വെച്ചാൽ പറഞ്ഞു തോലയ്ക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയാണ് ആദ്യം മാറ്റം എടുത്തിരുന്നത്. അത് പിന്നെ വേറൊന്നുമല്ല, നമുക്കൊരു പുതിയ TV ലോഞ്ച് ചെയ്യാനായിരുന്നു. അപ്പൊ അതിന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ഇതേതായാലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യം തന്നെയാണ്, ഞങ്ങളുടെ ബിസിനസിന്റെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. അതുകൊണ്ട് വേറൊന്നുമല്ല പറയാനുള്ളത്, ഞങ്ങൾക്ക് ഈ ഒരു ഡീല് കിട്ടണമെങ്കിൽ നമ്മുടെ കുടുംബം വലിയൊരു സാമ്പത്തിക നിലയിലാണെന്ന് അവരറിയണം. ഒരു ചെറിയൊരു പാർട്ടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് കുടുംബക്കാരെല്ലാം വേണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും സച്ചിക്ക് ഒരു 50 കാറുണ്ടെന്നും അതുപോലെ തന്നെ ശ്രീകാന്ത് ഒരു റെസ്റ്റോറൻറ്റ് ഉടമയാണെന്നും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശ്രുതിയുടെ ഒരു കൂട്ടുകാരനാണ് ഡീൽ ചെയ്തത്, ആ ഡീലറിനോട് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് അഭിനയിക്കണമെന്ന്. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, അതെങ്ങനെയാ മോളെ ശരിയാവുന്നത്, നമുക്ക് നുണ പറഞ്ഞിട്ട് ഒരു കാര്യം നേടിയെടുക്കാന്ന് പറഞ്ഞാലേ അത് അത്രയ്ക്ക് നല്ലതാണോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും സച്ചിയും പറഞ്ഞു, എന്നെ കിട്ടത്തൊന്നുമില്ല നുണ പറയാന്, പിന്നെ ഞാൻ നുണ പറയാന് വേറെ പണിയില്ല, നീ വല്ല പണിയും നോക്ക, അല്ലെങ്കിൽ നിന്റെ ഈ സ്വഭാവം മാറാറായില്ലേടാ ശ്രുതി, നീ എവിടെ ചെന്നാലും നുണ പറഞ്ഞ് ജീവിക്കാൻ പഠിക്കുന്നത്, ഇത് വല്ലാത്ത കഷ്ടമാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉടനെ ചന്ദ്ര പറഞ്ഞു, എനിക്കറിയായിരുന്നു, അല്ലെങ്കിലും ഇതൊന്നും ഇവർക്ക് പിടിക്കത്തില്ല, എന്റെ മോൻ നല്ല നിലയിൽ എത്തുന്നത് ഇവർക്ക് പിടിക്കൂലല്ലോ, എന്റെ മോൻ നല്ല നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്, അതെനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാ രവിയേട്ടാ ഇവരിങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ചന്ദ്രയോട് രവീന്ദ്രൻ പറഞ്ഞു, എടി ചന്ദ്രേ, നമ്മൾ എന്തെങ്കിലും ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ നേരായ വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മൾ പണം ഉണ്ടാക്കാൻ നോക്കുക, അല്ലാതെ നുണയും പറഞ്ഞ് കൗശലവും കാണിച്ച് കള്ളവും കാണിച്ചൊക്കെ പൈസ ഉണ്ടാക്കാൻ നോക്കിയിട്ടൊന്നും അതൊന്നും നമുക്ക് ഉതകുന്നതല്ല. അത് നീ മനസ്സിലാക്കി നിന്റെ മകനെ പറഞ്ഞ് നീ മനസ്സിലാക്കിപ്പിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, അയ്യോ അച്ഛ അങ്ങനെ പറയരുത്, ഞാൻ അങ്ങനെ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുന്ന ആളല്ലെന്ന് അച്ഛൻ അറിയാലോ, ഇത് പക്ഷേ ഞങ്ങളുടെ ഒരു ജീവിത പ്രശ്നമായി പോയി, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന്, ചെറിയ കള്ളങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഡീലൊക്കെ കിട്ടത്തുള്ളൂ, അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം, പിന്നെ അന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു.
അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ഓ മിക്കവാറും 100 ദിവസമായി കാണും ബിസിനസ് തുടങ്ങിയിട്ട്, അതായിരിക്കും അല്ലേന്ന് ചോദിച്ചപ്പം അതൊന്നും അല്ല, എല്ലാവരും മറന്നുപോയി കാണും, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അന്ന് എന്നിങ്ങനെ ശ്രുതി പറയാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര, ആണോ മോളെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയോ? ഓ 1 വർഷം ആയല്ലേ, ആ അപ്പം അതും കൂടി ആഘോഷിക്കാനാണോ? ആ അതും കൂടി ആഘോഷിക്കാന്ന് ഓർത്താ, ഒരു വലിയൊരു ഹോട്ടൽ എടുത്തിട്ട് നമുക്ക് അവിടെ ആഘോഷിക്കാം. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, ഇതൊക്കെ എന്തിനാ മോളെ, ഇത്രയും വലിയ ഹോട്ടലിലൊക്കെ എടുത്ത് ആഘോഷിക്കുക, ഇത്രയും നമുക്ക് എക്സ്പെൻസീവ് ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഇതല്ലേ, ഇത് വേണ്ട, നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം, അച്ഛാ അങ്ങനെയാകുമ്പോഴത്തേക്ക് ഈ 2 കാര്യവും നടന്നു പൊക്കോളൂല്ലോ. ആ ഡീലർ വരുമ്പം നമുക്ക് ഈ ഒരു വെഡിങ് ആനിവേഴ്സറി ഒക്കെ നടത്തുകയും അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എല്ലാം സെറ്റ് ആകും. ഞങ്ങളുടെ ജീവിതം ഒന്ന് സെറ്റിലാക്കി തരണം അച്ഛാ, എല്ലാവരും കൂടെ ഒന്ന് സഹകരിക്കണം എന്ന രീതിയിൽ ഇങ്ങനെ ശ്രുതി സംസാരിച്ചു. ഏതായാലും നമ്മുടെ രവീന്ദ്രൻ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ അങ്ങ് പറഞ്ഞു വിട്ടു. ഈ സമയത്ത് സച്ചിനെയും ശ്രീകാന്തിനെയും മാറ്റിക്കൊണ്ട് പോയിട്ട് ശ്രുതി സംസാരിക്കുക, ഡീൽ ഉറപ്പിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും സാധാ ഡ്രസ്സിൽ വന്നാൽ പോരാ, രണ്ടുപേരും നല്ല ഡ്രസ്സിൽ തന്നെ വരണം, നിങ്ങൾക്കുള്ള ഡ്രസ്സ് ഞങ്ങൾ മേടിച്ച് തന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആദ്യമൊന്നും സച്ചി സമ്മതിക്കുന്നില്ല കേട്ടോ. പിന്നെ ശ്രീകാന്ത് പറഞ്ഞു, എടാ നമ്മുടെ ചേട്ടനായി പോയില്ലേടാ, സമ്മതിച്ചു കൊടുത്തേക്കാം, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യുന്നത്, ചേട്ടനായി പോയില്ലേ, ഏതായാലും അവൻ രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നിങ്ങനെ പറഞ്ഞപ്പോ സുധിയും പറഞ്ഞു, ആ ഞാൻ രക്ഷപ്പെടുവാണെങ്കിൽ നിങ്ങൾക്കും കൂടവില്ലേ, നമ്മുടെ കുടുംബമല്ലേ രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി, നീ മിണ്ടിപ്പോകരുത്, ഇതുപോലെയുള്ള ഡയലോഗ് പറയാനുള്ള യോഗ്യത നിനക്കില്ല, നീ രക്ഷപ്പെടുവോ രക്ഷപ്പെടാതിരിക്കുകയോ ചെയ്യേ, ഇനിയിപ്പോ ഏതായാലും അനിയനായിട്ട് ഞാനൊന്നും സഹായിച്ചില്ലെന്ന് വേണ്ട, ഓക്കെ ഞാൻ സമ്മതിച്ചു എന്നിങ്ങനെ പറയാം. അതുപോലെ തന്നെ ഈ കാര്യം നമ്മുടെ ശ്രുതി വർഷേനെയും രേവതിനെയും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ്. അപ്പം വർഷയോടും രേവതിയോടും പറയാണ്, വർഷയോട് പറയേണ്ട കാര്യമില്ല, വർഷനെ കണ്ടാൽ നല്ല പണമുള്ള വീട്ടിലെ പെണ്ണാണെന്ന് തോന്നൂല. അപ്പൊ രേവതിയോട് പറയാണ്, ഇങ്ങനെ ഫംഗ്ഷൻ വെച്ച് കഴിയുമ്പോഴത്തേക്ക് രേവതി ഞാൻ പറയുന്ന പോലെ ഒരുങ്ങണം എന്നൊക്കെ പറയുമ്പോൾ, എന്താ ശ്രുതി ഈ പറയുന്നത്, ഞാൻ എങ്ങനെ ഒരുങ്ങണം എന്നാ നീ പറയുന്നത്, അതൊക്കെ എങ്ങനെയാ ശരിയാവുന്നത്, എന്റെ ഈ കോലമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു സാധാ പെൺകുട്ടിയാണെന്നേ തോന്നത്തുള്ളൂ, അതുപോലെ എന്നോട് സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ പണമുള്ള വീട്ടിലെ ആൾക്കാരൊന്നും സംസാരിക്കുന്ന പോലെ സംസാരിക്കാനൊന്നും അറിയില്ല, അതുകൊണ്ട് ഇത് ശരിയാവില്ല, അതുമല്ല സച്ചേട്ടൻ ഇതൊക്കെ സമ്മതിക്കു തോന്നുന്നുണ്ടോ, കോലം കെട്ടി ഇറങ്ങാൻ സച്ചേട്ടൻ സമ്മതിക്കുന്നു തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, അത് പിന്നെ ശ്രുതി എല്ലാം സമ്മതിപ്പിച്ചോളും, സച്ചേട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ചോളും, സച്ചിനെ കൊണ്ട് സമ്മതിപ്പിച്ചോളും, രേവതി നീയും സമ്മതിക്ക് രേവതി എന്ന് പറയാണ്. ഏതായാലും നമ്മുടെ രേവതി, സച്ചേട്ടൻ സമ്മതിക്കുവാണെങ്കിൽ ഓക്കെ ഞാൻ സമ്മതിക്കാം, പക്ഷെ ഞാൻ എൻ്റെ വീട്ടുകാരെ ഒന്നും വിളിക്കത്തില്ല, ഇനി എൻ്റെ വീട്ടുകാരെ ഒരു കോമാളി വേഷം കെട്ടിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരില്ല, കാരണം അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് അതിൻ്റെ ഒരു ക്ഷീണം അറിയാലോ, ഇവിടെ എന്ന് വന്നാലും എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് എൻ്റെ വീട്ടുകാരെ പ്രതീക്ഷിക്കണ്ട, ഓക്കെ ഞാൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രുതി പറയുന്ന പോലെ ചെയ്യാം, ശ്രുതി എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പറയാം. അപ്പം ശ്രുതി വന്ന് പറയുക, സച്ചി സമ്മതിച്ചു, സച്ചിൻ ശ്രീകാന്ത് സമ്മതിച്ചു എന്ന് ശ്രുതിയും വന്ന് പറയണം. അപ്പൊ ഇവരെല്ലാവരും കൂടി സമ്മതിച്ചു കേട്ടോ ഈ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാം, എന്നാ പിന്നെ നമ്മുടെ ശ്രുതിക്ക് അങ്ങനെ ഒരു ഇതുണ്ടാകുകയാണെങ്കിൽ, ബിസിനസ്സിന് നേട്ടം ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകട്ടെ എന്നൊക്കെ ഓർത്താണ്. പക്ഷെ ഇതൊക്കെ വലിയ കോളം കേസുകളാണ് കേട്ടോ. അതൊക്കെ നമുക്ക് അടുത്ത വിശേഷത്തിൽ പറയാം കേട്ടോ. ഇതിന്റെ ബാലൻസ് കഥയായിരിക്കും കേട്ടോ നമ്മൾ ഇനി തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും നിങ്ങൾക്ക് അപ്കമിങ് വിശേഷം വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അതല്ല ഒന്ന് ഇടവിട്ടാണെങ്കിൽ നമുക്ക് ഒരു ദിവസം രേവതിയുടെയും സച്ചിയുടെയും കഥയും, ഒരു ദിവസം നയനയുടെയും ആദർശിന്റെയും കഥയും അങ്ങനെ ആയിട്ടിടാം. അല്ലാതെ രണ്ടും ഡെയിലി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്കൊരു ടൈം അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ ഇടാം കേട്ടോ. അപ്പൊ നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് വേണം നമുക്ക്. രേവതിയുടെയും സച്ചിയുടെയും കഥ നിങ്ങൾ നമ്മുടെ വലിയ ചാനലിൽ ഏറ്റെടുത്തതുപോലെ തന്നെ നമ്മുടെ അപ്കമിങ് വിശേഷങ്ങളും ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു, സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നയനിയുടെയും ആദർശിന്റെയും കഥ ഇന്ന് നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ വൈകിട്ട് മുമ്പായിട്ട് തന്നെ ഇട്ട് തരാം. കാരണം ഒത്തിരി പേര് നമ്മുടെ നയനിയുടെയും ആദർശിന്റെയും കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി. ഉടനെ തന്നെ ഞാൻ അപ്കമിങ് വിശേഷങ്ങൾ നയനയുടെയും ആദർശിന്റെയും ഇടുന്നതായിരിക്കും. ഇതിന്റെ ബാലൻസ് നാളെ പറയുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.